അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ കുമ്പഴ ടൗണിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ മഹേന്ദ്രയുടെ ഷോറൂമിനും ഹോണ്ടയുടെ ഷോറൂമിൻ്റെയും നടുക്കായിട്ടാണ് നമ്മുടെ പുതിയ പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ 3S എന്ന് പറയുന്ന ഗ്യാരേജിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഗ്യാരേജിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വർക്കിൽ ഓൾവേസ് നമ്മുടെ പ്രത്യേകതകളെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന സ്റ്റേജ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഗ്യാരേജിൻ്റെ ഓണേഴ്സിനെ നേരിട്ട് കാണുന്നത്. ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അവർ എൻ്റെ മേൽ അർപ്പിച്ചൊരു വിശ്വാസം ഞാൻ ഇതുവരെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അതിൻ്റെ ഓണേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ഇതിൽ ഇൻക്ലൂഡായിട്ട് ഇപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഫിനിഷിംഗ് വർക്കാണ്. ഇതിൽ വേറൊരു മെയിൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ വർക്ക് നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 2.5 മാസം ആയിട്ടില്ല. ഏകദേശം 2.5 മാസം ആവുന്നതേ ഉള്ളൂ. സോ 2.5 മാസത്തെ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത്. സോ 2.5 മാസത്തിലേക്ക് ഇത്രയും ഒരു ഗ്യാരേജ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനിതുവരെ ചെയ്ത് കണ്ടിട്ടുമില്ല. എൻ്റെ ഗ്യാരേജ് പോലും ഞാൻ ഇത്ര പെട്ടെന്ന് ചെയ്തിട്ടില്ല. സോ അത്രയും നല്ലൊരു ടീമായി എൻ്റെ ടീം മാറി, ഗോസിസ് ഗ്യാരേജ് ഡെവലപ്പായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി നമുക്ക് ഈ 3S ഗ്യാരേജിൻ്റെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ യെല്ലോ ഗോസ്റ്റ്. അപ്പോൾ ഈ ഒരു ലാൻഡിൻ്റെ ആദ്യത്തെ കിടപ്പുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഞാൻ അയച്ചു തരാം. ഇത് ഭയങ്കര സ്ലോപ്പായിട്ട് കിടന്നൊരു പ്ലോട്ടായിരുന്നു. ഇവിടെ കപ്പ, മരച്ചീനി, വാഴ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യാൻ പറ്റുമോ എന്ന് വരെ ഇതിൻ്റെ ഓണേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ലാൻഡ് വന്ന് കണ്ടു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയുടെ അടുത്താണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഏരിയ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മുടെ പൊല്യൂഷൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം നമുക്ക് ഒബേ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റിയത്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ വീടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ വീടുണ്ട്, ബാക്കിൽ വീടുണ്ട്. പക്ഷേ നമ്മളിതെല്ലാം ചെയ്യാൻ പറ്റുന്ന ദൂരപരിധിക്കുള്ളിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉൾപ്പെടുത്തി വളരെ മനോഹരമായി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് 3S. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം മൊബൈലിലെടുത്ത വീഡിയോ ആയിരിക്കും. ഭയങ്കരമായിട്ടുള്ള ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും കാണണം എന്നില്ല. കാര്യം സൈറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുമ്പോൾ പണിക്കാരോ ആരെങ്കിലുമൊക്കെ എടുത്ത വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് കണ്ടിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാനോ താല്പര്യപ്പെടുന്നില്ല. ഇതിൻ്റെ വർക്കിംഗ് സ്റ്റേജ് ആണല്ലോ. ഇനാഗ്രേഷൻ ടൈമിൽ നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങിയ ഒരു കാര്യം, ഇവിടെ വന്നു, ചെറിയൊരു സ്കെച്ചും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് നമ്മുടെ പണിക്കാരും ബാക്കിയുള്ളവരും എല്ലാം താമസിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എനിക്കൊന്നൊരു 1 വീക്ക് ആയിട്ടുള്ളൂ നമ്മൾ ഈ വീട് ഡെമോളിഷ് ചെയ്തിട്ട്. സോ ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഷെഡ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ തങ്ങിയിട്ടായിരുന്നു. നമ്മുടെ എല്ലാ ടീമും ഇവിടെ തങ്ങിയിട്ടായിരുന്നു ഈ ഒരു ലെവലിൽ എത്തിച്ചത്. ആൻഡ് ഇതായിരുന്നു ഇവിടെ ഒരു കിണർ വരുന്നത്. അപ്പോൾ ഈ കിണറിനെ എങ്ങനെ സേവ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗ്യാരേജ് ഫുള്ള് സെറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു അടുത്തൊരു ചലഞ്ചായിട്ട് നമുക്ക് വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 വാഷിംഗ് ബേ, 2 വണ്ടി വാക്യൂം ചെയ്യുന്ന ബേ, ഒരു ഓഫീസ്, ഒരു സ്റ്റാഫ് റൂം, 2 ടോയ്ലറ്റ്, ഒരു സെറാമിക് ബേ. ഇത്രയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തം 3 ബിൽഡിംഗ് ആയിട്ടാണ്. നോർമലി നിങ്ങൾ ഒരു സെറ്റപ്പിൽ ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ടും കാണുന്നത്, ഒരു ലൈനിൽ തന്നെ ഇതെല്ലാം വരുന്നതായിട്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഈ വീടുകൾ ഇരിക്കുന്നത് കൊണ്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഹോട്ട്സ്പോട്ട് കറക്റ്റായിട്ട് കണ്ടെത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറേ എന്താ പറയുന്നത് ഇതിനകത്ത് ഹോംവർക്ക് ചെയ്തിട്ടാണ് നിലവിൽ വാഷിംഗ് സെക്ഷൻ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഏരിയയിലാക്കി കഴിയാൻ നേരം അടുത്തുള്ള വീട്ടിൽ നിന്നായിക്കോട്ടെ, ഓപ്പോസിറ്റുള്ള വീട്ടിൽ നിന്നായിക്കോട്ടെ, എല്ലായിടത്തു നിന്നും ഒരു 15-20 മീറ്റർ കിട്ടുന്ന രീതിക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാഫ് റൂമും കാര്യങ്ങളും എല്ലാം ഒരു കോർണറിലാക്കിയിട്ട് റോഡിൽ നിന്ന് മാക്സിമം വ്യൂ കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഡീറ്റെയിലിംഗ് ബേ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയാണ് നമ്മുടെ വർക്ക് ഇപ്പം ഓൺ ഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്യാരേജിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിലിംഗ് ബേക്കുള്ളിലാണുള്ളത്. നമ്മുടെ ഒരു വണ്ടിയിട്ട് സെറാമിക്, ഗ്രഫൈൻ, PPF, സൺഫിലിം അങ്ങനെ വണ്ടിയുമായി ബന്ധപ്പെട്ട എന്ത് വർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ഡീറ്റെയിലിംഗ് ബേ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 സൈഡ് കട്ട വരും, 2 സൈഡ് ഗ്ലാസ് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നമുക്ക് ഡോർ വരും. ഇവിടെ നമ്മൾ ഫിക്സഡ് ഗ്ലാസ് ഇടും. AC വെക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് 2 സൈഡ് വോൾ കൊടുത്തിട്ടുണ്ട്. വേണേനെ അപ്പോൾ 2 സൈഡ് വോൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ സീലിംഗ് വരും. അതേപോലെ അതിനകത്ത് നമുക്ക് ഡിസൈൻ ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല, ലൈറ്റ്സ് ആഡ് ചെയ്യാനുണ്ട്.
സോ ഇത്രയും കാര്യങ്ങളാണ്. ഫ്ലോർ ടൈലിടാനുണ്ട്, അതേപോലെ ഇനി തേപ്പ് പ്ലാസ്റ്ററിങ് ബാലൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ കാര്യങ്ങളും ഫിക്സ് ചെയ്യാനുണ്ട്. റൂഫ് ഇട്ടിട്ടില്ല. നോർമലി നമ്മൾ റൂഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് നടന്ന വർക്കാണ്. 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഇത് പില്ലർ മെനങ്ങാന്ന് വൈകിട്ടാണ് നമ്മളിത് ഇട്ടത്. ഇന്നലെ നമ്മൾ മെനങ്ങാന്ന് വൈകിട്ട് ബെൽറ്റ് അടിച്ച് പില്ലറും ഇട്ടു. ഇന്നലെ കട്ട കെട്ടി, പകുതി കട്ട കെട്ടി, ഇന്ന് ഇതാ ഇപ്പോൾ ഫുള്ള് കട്ട കെട്ടി. നാളെ കൊണ്ട് നമ്മളിത് തേച്ച് പറ്റുവാണെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ കൊണ്ട് നമുക്കൊരു 3-4 ഡേയ്സ് കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. കാര്യം ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിൻ്റെ ഓണേഴ്സ് 2 പേരും ലീവിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ തിരിച്ച് പോകുന്നതിന് മുന്നേ ഇത് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് പോകണം എന്നൊരു ആഗ്രഹത്തിലാണ് വന്നത്. മാക്സിമം നമ്മുടെ എല്ലാ ടീമും ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിലേക്ക് പോകാം, ബേയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് വരുന്നത് ഇവിടാണ്. ഇത് നമ്മൾ 4 ടണ്ണിൻ്റെ സ്റ്റാൻഡേർഡ് ലിഫ്റ്റ്, ചേസസ് ലിഫ്റ്റാണ് കൊടുക്കുന്നത്. അതായത് വണ്ടിയുടെ ചേസിൽ വണ്ടി പൊക്കാൻ പറ്റുന്ന ടയർ ഊരി നമുക്ക് അണ്ടർ ബോഡി കോട്ടിങ്ങോ ലൈക്ക് എന്തെങ്കിലും വാഷിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് പറ്റുന്ന ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. തൊട്ടടുത്തതായിട്ട് നമ്മൾ സെമി ഓട്ടോമാറ്റിക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 വാഷിംഗ് ബേയും തമ്മിലുള്ള ഡിഫറൻസ് കുറേ ഉണ്ട്. ബാക്കിൽ കമ്പി അപ്പോൾ അർജുൻ ഇപ്പോൾ പോയി അതിൽ ഇടിച്ചേനെ വീഡിയോ എടുത്തുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 ബേയിലുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേയിൽ നമ്മളൊരു വണ്ടി കയറ്റി ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ട്രാക്കിനകത്താക്കി നമ്മൾ ആക്സിലിൽ കണക്റ്റ് ചെയ്ത് ഡിഫറൻഷ്യലിൽ കണക്റ്റ് ചെയ്ത് വണ്ടി എവിടെയാണോ പൊക്കാൻ പറ്റുന്ന സ്ഥലമുള്ളത് അവിടെ നമ്മളിത് വെച്ച് വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം മതി ഇവിടെ ഒരു വണ്ടിയുടെ അണ്ടർ ബോഡി കഴുകി പോവാൻ. അപ്പോൾ കൂടുതലായിട്ടും നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 10 വണ്ടിയാണ് ഒരു ദിവസം കയറുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു 20 വണ്ടി ചെയ്യാൻ പറ്റും. 1.5 മിനിറ്റിൽ ഒരു വണ്ടിയുടെ, അതായത് 90 സെക്കൻഡിൽ ഒരു വണ്ടിയുടെ അണ്ടർ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് വാഷ് ചെയ്യുന്ന 15 നോസിൽ വരുന്ന 150 ബാർ 7.5 HP 2 ഹൈ പ്രഷർ മോട്ടർ വരുന്ന പമ്പ് വരുന്ന ഒരു ഹെവി UCW അണ്ടർ ചേസസ് വാഷാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ മെഷീൻ വെരി പവർഫുൾ. അതായത് 150 ബാറിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ഹൈ പ്രഷർ ആണ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ ഇപ്പം ഈ ബേയിൽ ഒരു വണ്ടി ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതെന്തിനാണ് വെച്ചതെന്ന് എല്ലാവരും നോക്കുക. അപ്പോൾ ഈ ബേയിൽ നമ്മൾ ഏത് വണ്ടിയാണ് ലിഫ്റ്റിൻ്റെ ബേയിൽ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓഫ് റോഡ് കഴിഞ്ഞിട്ട് വന്ന വണ്ടി, ഒരു അണ്ടർ ബോഡി കോട്ട് ചെയ്യാനുള്ള വണ്ടി, അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് അണ്ടർ ബോഡി കഴുകിയിട്ടേ ഇല്ല, അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ കയറ്റി ചെയ്യാൻ പറ്റും. ഇപ്പോൾ മന്ത്ലി ഒരു 2 ടൈംസ് ഒക്കെ വാഷ് ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേയിൽ കയറ്റി കഴിഞ്ഞാൽ പുട്ടുപോലെ നമുക്കൊരു 90 സെക്കൻഡിൽ അണ്ടർ ബോഡി വാഷ് ചെയ്യാൻ പറ്റും. ഒരു അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നമുക്ക് വണ്ടിയുടെ ഫുൾ ബോഡി വാഷ് ചെയ്ത് പോകാൻ പറ്റും. സോ ഇവിടെ ആണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും, ഇവിടെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. ഇതിൻ്റെ പകുതി ടൈമിൽ നമുക്ക് ഓട്ടോമാറ്റിക്കൽ വാഷ് നടക്കും. പിന്നെ നമുക്ക് തൊട്ടടുത്തുള്ളത് 2 വണ്ടി ഒരേ സമയം ഇട്ട് വാക്വം ചെയ്യാൻ പറ്റുന്ന ഒരു ബേ ആണ്. നമുക്ക് ഈ കിണർ നമ്മളിവിടെ സ്ലാബ് ഇട്ട് ഒരു മാനോളൊക്കെ ഇട്ട് ബാക്കി ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റെഡിയാകും. സോ കിണറിനെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വാക്വം ബേ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ഒക്കെ ജസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ. വാക്വം ബേയിൽ നമുക്ക് ഈ പറയുന്ന ലൈറ്റ്സ്, എല്ലാ ബേയിലും ലൈറ്റ്സ് വരും. അതേപോലെ തന്നെ വാക്വം മെഷീൻ കണക്ട് ചെയ്യാനുള്ള പവർ പ്ലഗ് കാര്യങ്ങൾ എല്ലാം വരും. അതെല്ലാം നമ്മൾ കൊടുക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വാക്വം ബേക്ക് ഉള്ളിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ETP ടാങ്ക്, അതായത് പൊല്യൂഷൻ്റെ വാട്ടർ വാഷ് ചെയ്ത വെള്ളം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്ന പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. സോ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇതൊക്കെയാണ് ഈ മെയിൻ ബിൽഡിങ്ങിൻ്റെ വിശേഷം. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പാരപ്പറ്റ് വരാനുണ്ട്, നെയിം ബോർഡൊക്കെ വരുന്ന ബോർഡൊക്കെ വെക്കാനുള്ള പാരപ്പറ്റ് വരാനുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, സൈഡ് ക്ലാഡിങ് ഷീറ്റിൻ്റെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. സോ ഇതാണ് ഈ ഒരു മെയിൻ ബിൽഡിങ്ങിൻ്റെ മുന്നിലത്തെ വിശേഷം. ബാക്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അതും കൂടെ പോയി എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വിശേഷം അവസാനിപ്പിക്കാം. സോ എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ഓഫീസ് റൂം. സോ അവിടെ മീറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ടാണ് ഇൻറ്റീരിയറിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്, ഇൻ്റർലോക്കിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്, ഗ്ലാസ് ഡോറിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്, നെയിം ബോർഡിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇലക്ട്രിക്കലും പ്ലംബിങ്ങും ടീമും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിപ്പോൾ നിലവിൽ എല്ലാ സെക്ഷൻ ആൾക്കാരും ഇവിടെ പണിയുന്നുണ്ട്. ഓസിസ് ഗ്യാരേജിൻ്റെ സിവിൽ ടീമുണ്ട്, അതേപോലെ ഇലക്ട്രിക്കൽ പ്ലംബിങ്, അതേപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ ആൾക്കാർ, അതേപോലെ മെഷീൻ ഇൻസ്റ്റാളേഷൻ്റെ ടീം, അങ്ങനെയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. സോ കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എഗെയിൻ പറയുകയാണ്, യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മളിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ ബാക്കിൽ നേരെ കാണുന്നത് നമ്മുടെ
ഓഫീസ് റൂമാണ്. ഓഫീസ് റൂം നമ്മുടെ ഏകദേശം നമ്മുടെ ഡീറ്റെയിലിംഗ് ബേയുടെ സൈസിൽ തന്നെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കസ്റ്റമർ ലോഞ്ചും ഓഫീസ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരേപോലെ ഒരു റൂമിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനകത്തൊരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു സ്റ്റാഫ് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ സെക്ഷൻ ബിൽഡിങ്ങിൽ ഉള്ളത് ഓഫീസും സ്റ്റാഫ് റൂമും 2 ടോയ്ലറ്റ്സുമാണ് അവിടെയുള്ളത്. ആദ്യം നമ്മൾ കണ്ടത് ഡീറ്റെയിലിംഗ്. സോ അങ്ങനെ 3 ബിൽഡിംഗ്, ഡീറ്റെയിലിംഗ്, മെയിൻ വാഷിംഗ് ബിൽഡിംഗ്, അതേപോലെ ഓഫീസും അതേപോലെ സ്റ്റാഫ് റൂമും 2 ടോയ്ലറ്റ്സ്, ഇങ്ങനെയാണ് 3 ബിൽഡിംഗ് വരുന്നത്. സോ അപ്പോൾ നമ്മുടെ വാക്യൂം ബേക്ക് ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞത്. എൻ്റെ മുന്നിൽ കാണാം, ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വരുന്നത്. ഇത് അത്യാവശ്യം എന്താ പറയുക നല്ല രീതിക്ക് ട്രീറ്റ് ആവുന്ന രീതിയിലുള്ളൊരു പ്ലാന്റാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഫിൽട്ടർ യൂണിറ്റും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരാനുണ്ട്. സോ ആൻഡ് നമ്മൾ കൊടുക്കുന്ന പല കൊട്ടേഷനിലും നമ്മൾ ഉൾപ്പെടുത്താത്ത കുറേ വർക്കുകളാണിത്. ഇത്രയും നമ്മൾ ഈ പറയുന്ന മെഷീൻ വയ്ക്കുന്ന ഈ ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് എക്സ്പെൻസ് വരുന്നത് നമ്മുടെ കൊട്ടേഷനകത്ത്, പലരും കൊട്ടേഷൻ വാങ്ങിക്കുന്നതിനകത്ത് ഇതിനകത്ത് നമുക്ക് ഈ ഉള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം വാഷ് ചെയ്യുന്ന വെള്ളം പിന്നെ ഈ സോയിൽ പിറ്റ്, അതായത് ഈ മണ്ണൊക്കെ വന്ന് വീഴാൻ വേണ്ടി ഒരു പിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ കൊട്ടേഷനിൽ കൊടുക്കില്ല. അതുപോലെ തന്നെ ഈ കെട്ടിത്തിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും കൊട്ടേഷനിൽ കൊടുക്കില്ല. അതേപോലെ ഈ പറയുന്ന നമ്മുടെ സോക്ക് പിറ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇതിൻ്റെ ആഡ് ഓൺസ് കുറച്ച് വരുന്നുണ്ട്. അപ്പം കാര്യം എന്ന് വെച്ചാൽ വെറുതെ കൊട്ടേഷൻ വലുതായി പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ ചെയ്യുന്ന വർക്കുകളാണ്. സോ ഇവിടെ ആദ്യം തന്നെ ഇവിടെ വരാം. ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ലിഫ്റ്റിൻ്റെ ഓയിൽ ടാങ്ക് വെക്കാനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോർമലി മണ്ണിൽ വെക്കുന്ന ആൾക്കാരുണ്ട്, ജസ്റ്റ് 4 കട്ടയൊക്കെ പറക്കിയിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വേറെ ആരും നടക്കരുത് എന്നൊരു രീതിക്കാണ് നമ്മൾ ചെയ്തു വരുന്നത്. അത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ്, നമ്മുടെ ഈ പറയുന്ന ഓട്ടോമാറ്റിക് മെഷീൻസ് വെക്കാനും ഫ്യൂച്ചറിൽ പമ്പ് വല്ലതും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളൊരു സ്പേസാണ് കൊടുത്തേക്കുന്നത്. ഇത് നമ്മുടെ വാട്ടർ ടാങ്കാണ്. നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. 2000 ലിറ്റർ ടാങ്ക്. എയ്സറിൻ്റെ, പിന്നെ വേറൊരു കാര്യം, നമ്മൾ പ്ലംബിങ് ഫുൾ സാധനങ്ങൾ എയ്സറിൻ്റെ ഇട്ടാണ് ചെയ്യുന്നത്. എയ്സറിൻ്റെ ടാങ്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫുൾ മെറ്റീരിയലും 16 kg അപ്പോളോ സ്റ്റീലിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് എഗെയിൻ അപ്പുറത്തെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ കംപ്രസർ വയ്ക്കാനുള്ളൊരു സ്പേസാണ്. ഈ കംപ്രസറും അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെക്കാനുള്ളൊരു സ്പേസുമാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇനി ഇവിടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും മെഷീനോ കാര്യങ്ങളോ എന്ത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും അത് ആഡ് ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നീളത്തിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ടൊരു സ്ലോപ്പിൽ നമുക്ക് ഈ മെഷീനെ എല്ലാം മഴയോ വെയിലോ കൊള്ളാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷെയ്ഡൂടെ വരും. അത് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല, ഉടനെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു കാര്യം, ഈ മെഷീൻ്റെ വൈബ്രേഷനും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നമ്മൾ കമ്പിയിട്ട് കോൺക്രീറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. സോ ഒരു കാരണവശാലും ബ്രേക്ക് ആവാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല. സോ ആ ഒരു രീതിക്കാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഗ്യാരേജിൻ്റെ പിന്നാമ്പുറത്തുള്ള കാഴ്ചകളും വിശേഷങ്ങളും വിവരങ്ങളും ഇത്രയാണ്. ബാക്കിയെല്ലാം ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്വിക്ക് വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റിയിലൊക്കെ ആയിരിക്കും ടൈലിൻ്റെ വർക്ക് ആയിക്കോട്ടെ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ടൈലിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്, ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്, ഷീറ്റ് ഒട്ടിച്ചേക്കല്ല, ഷീറ്റ് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂഫിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും റൂഫിലൊന്നും ഒരു പാർട്ട് പോലും നമ്മൾ ഈ ഒരു പെയിൻറ്റിൻ്റെ ഒരു ശകലം പോലും തൊടാതിരിക്കത്തില്ല. 2 കോട്ട് പെയിൻറ്റും കാര്യങ്ങളും എല്ലാം അടിച്ചിട്ടാണ് ഈ സ്ട്രക്ചർ വർക്ക് നമ്മൾ ചെയ്യുന്നത്. അത്രയും ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. എല്ലാം 3/5 ഷീറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 3/5 ഷീറ്റ് എന്ന് വെച്ചാൽ ആർക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷെഡിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. 3/5 ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ്സാണ്, ഷീറ്റിൻ്റെ തിക്നെസ്സാണ്. കുറച്ച് കട്ടി കൂടിയ ഷീറ്റാണ്. ഇതിപ്പോൾ വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ കൂടുതൽ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. കൂടുതലായിട്ടുള്ളത് നമുക്കിതിൻ്റെ ഇനാഗ്രേഷൻ ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഒരു കാർ വാഷ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ഒരു കാര്യം ഇതിൻ്റെ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കണ്ടേ, അവർ വന്ന് കണ്ടപ്പോൾ എങ്ങനെയുണ്ട്. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ കുറേ വീഡിയോസ് മാത്രം ഷെയർ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു ഇതുവരെ. അപ്പോൾ അവരോടും കൂടെ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ജേണി. ഒരു 2.5 മാസത്തിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അവരുടെ അടുത്ത് ഒരു എഗ്രിമെൻറ്റ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം, നമ്മളുമായിട്ടൊരു എഗ്രിമെൻറ്റ് പോലും ചെയ്യാതെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഈ ഒരു മുഖം കണ്ട് വിശ്വസിച്ച് തന്നൊരു വർക്കാണ് നമ്മൾ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തേക്കുന്നത്. ഇനി അവരോട് ചോദിക്കാം, ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഗംഭീരമാണോ അല്ലയോ, നമുക്ക് അവരോട് ചോദിക്കാം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് അവരോട് കൂടെ ചോദിച്ച് അവരുടെ ഒരു റിവ്യൂ കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം, ടാറ്റ. അപ്പോൾ ഇതാണ് നമ്മുടെ സുഹിത്തണ്ണ. നമ്മുടെ ഈ വർക്കൊക്കെ നാളത്തേക്ക് തീരുമോ? അപ്പോൾ ഇവിടുത്തെ ഷീറ്റ് എവിടെ പോകുന്നു നിൽക്കി, ഇവിടുത്തെ ഈ ഷീറ്റിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, സുഹിത്തണ്ണൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അപ്പോൾ സുഹിത്തണ്ണൻ ഒരു ഹായ് പറഞ്ഞേക്കാം എല്ലാവർക്കും. ഹായ്. ഓക്കെ, ബൈ. ഓക്കെ.
ഇതാണ് നമ്മുടെ അജേഷ് മേശ്ശേരി. ഇവിടുത്തെ ടൈലിൻ്റെ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തത് അജേഷ് മേശ്ശേരിയാണ്. ഉടനെ തീർത്ത് തരും ഇവിടെ വർക്കൊക്കെ. പിന്നെന്ത്, എന്ന് തീരും? നാളെ മറ്റന്നാൾ കൊണ്ട് നമ്മൾ ഇവിടുത്തെ വർക്കെല്ലാം തീരുമെന്നാണ് അജേഷ് മേശ്ശേരി പറഞ്ഞേക്കുന്നത്. നമ്മ അങ്ങനെ ഇരിക്കുന്നെങ്കിലും പവറാണ് അല്ലേ? അപ്പോൾ ഒരായി പറഞ്ഞേക്കാം എല്ലായിടത്തും. എന്നാ ബൈ. അടുത്ത ഇതാണ് നമ്മുടെ അനസ് മേശ്ശേരി. കട്ടകെട്ട് തേപ്പ് അതാണ്. അതെ, നന്നായിട്ട് കോഴി കൂന്ന പോലെ സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ അനസ് മേശ്ശേരിയാണ് ഈ കട്ടയുടെയും ബാക്കിയുള്ള തേപ്പും പരിപാടികളും എല്ലാം ചെയ്യുന്നത്. ഇതെന്ന് തീരും? ഇത് നമുക്ക് നാളെ കൊണ്ട് തീർക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. മേശ്ശേരി വേണ്ടേ? മേശ്ശേരി പണിയിലാണ്, അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ബൈ പറ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വിശേഷിച്ച് ചുമ്മാ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവരെയും ഒന്ന് കാണാം, അവർക്കൊരു സന്തോഷം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് നേരെ പോകാം. അപ്പോൾ നമ്മൾ ഇതുവഴിയായിരുന്നു നമ്മുടെ സ്റ്റാഫ് റൂമിലേക്ക് കയറുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പ് വരും. ആൻഡ് ടൈലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടൈലും കാര്യങ്ങളും തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റാഫ് റൂമിൽ നിന്ന് കയറാനുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ്സ്. അതിൻ്റെ സെപ്റ്റി ടാങ്കും അതിൻ്റെ കണക്ഷനും അതിൻ്റെ സോക്പിറ്റും കാര്യങ്ങളും എല്ലാം ആണ് ഇവിടെ വന്നേക്കുന്നത്. സോ ഈ പറയുന്ന അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ടൈല് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റാഫ് റൂമിലും അതേപോലെ അതിൻ്റെ ടോയ്ലറ്റ്സിലും ഇട്ടേക്കുന്നത്. പിന്നെ ക്ലോസറ്റ് മാത്രം നമ്മളൊരു മീഡിയം റേഞ്ചിലുള്ള ക്ലോസറ്റാണ് വെച്ചത്. ഈ ബംഗാളികളും അവരൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓഫീസിൽ കുറച്ചുകൂടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സാധനം വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മളിത് മൊത്തം പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്ര ഏരിയ ഉണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവർക്ക് കിച്ചണോ കാര്യങ്ങളോ എന്താ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ സൈഡിൽ ബാക്കിലുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യമോ വരാത്ത രീതിയിൽ നമ്മൾ സൈഡ് ഷീറ്റ് വെച്ച് തന്നെ മറച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വന്നതെന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങിയ വീഡിയോ ആണെങ്കിലും ഏകദേശം സാറ് നേരത്തെ എത്തിയതുകൊണ്ട് ഈ ഒരു സമയം വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് നമ്മുടെ സിബി സാറ്, ഇത് നമ്മുടെ ജേക്കബ് സാർ. എല്ലാവർക്കും ഹായ് പറഞ്ഞു. ഹായ്. അപ്പം ഇവർ രണ്ടുപേരാണ് ഈ ഒരു ഗ്യാരേജിൻ്റെ 3S ഗ്യാരേജിൻ്റെ. സാർ പറഞ്ഞു സാർ, പേര് സ്പെഷ്യലൈസ്ഡ് സർവീസ് സ്റ്റേഷൻ. അതിനെ നമ്മൾ ഷോർട്ടാക്കി 3S കാർ കെയർ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ തുടങ്ങാം. സംഭവം 3S കാർ കെയറിൻ്റെ 2 പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ കാണുന്നത്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് വർക്കും കാര്യങ്ങളും ഒക്കെ ആയി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ വർക്ക് ഇവർ 2 പേരും കാണുന്നത്. അപ്പോൾ ഈ കറക്റ്റ് 2 ദിവസമായോ വന്നിട്ട്? 2 ദിവസം. അപ്പോൾ 2 ദിവസമായി 2 പേരും വന്നിട്ട്. അപ്പോൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആണോ? എന്തായാലും പിടിച്ചെടുത്തതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ വിഷ്ണുവിനോട് നമ്മൾ ഫോണിനകത്തോടെയാണ് എപ്പോഴും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫോണിനകത്തോടെ കാര്യം പറയുമ്പോഴത്തേനും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, പറയുന്ന കാര്യം ചെയ്യും. പക്ഷെ അത് എപ്പം ചെയ്യും, എങ്ങനെ ചെയ്യും, അതൊക്കെ കുറച്ച് ഡിലേ ആണ്. എന്നാൽ പോലും 2.5 മാസം ഡിലേ പ്രത്യേകം നോട്ട് ചെയ്യാം. എന്നാൽ പോലും 2.5 മാസം എന്നൊക്കെ പറഞ്ഞ് കൊങ്ങയ്ക്ക് പിടിച്ച് നമ്മൾ ഉണ്ടാക്കത്തില്ലേ? വിഷ്ണു 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും ദൈവം സഹായിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനിയും മുമ്പോട്ട് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ വിഷ്ണു? അല്ല സാർ, വർക്കും കാര്യങ്ങളും ഇപ്പം ഇവരെല്ലാവരും നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ലിറ്ററലി ഇതൊന്നും കണ്ടിട്ടില്ല, ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത് മൊത്തത്തിൽ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ ഈ വീഡിയോ ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നൊരു കാര്യം ഇവർക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വിഷ്ണുവിനെ സെലക്ട് ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ ഞങ്ങൾ വിഷ്ണുവിനെ സെലക്ട് ചെയ്തതിൻ്റെ റീസൺ പറഞ്ഞാൽ, വിഷ്ണുവിൻ്റെ വീഡിയോസും അതിനകത്ത് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസും പിന്നെ ഇൻട്രാക്ഷൻസ്, പിന്നെ ആ ഒരു ഈസിനെസ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനുള്ള ഈസിനെസ്. ഇപ്പം ഞാനായാലും ജേക്കബ് ആയാലും സംസാരിക്കുമ്പോഴത്തേക്കിനുള്ള ഒരു ഈസിനെസ് ആയിരുന്നു വിഷ്ണുവിനെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം. അത് ത്രൂ ഔട്ടായിട്ട് നമ്മളിപ്പോഴും വരെയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പം ലൈക്ക് ഒരു ഫ്രണ്ട്ലി മാനറിലേക്കായി. പിന്നെ ഞാൻ വിഷ്ണുവിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് ഇത്രയും പ്രയോജനം ഉണ്ടെന്ന് വിഷ്ണുവിൻ്റെ വീഡിയോസിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് പണിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് നടന്നേക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്താണോ ഓവർ ദ ഫോൺ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അതേ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും വിഷ്ണു എന്ന് വിളിക്കുമ്പോഴത്തേക്കിന് ആ സാർ ഓക്കെ മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട്
വിഷ്ണു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ A to Z കാര്യങ്ങളും വിഷ്ണു തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതെ, ഞങ്ങൾക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ആദ്യമേ തന്നെ വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞായിരുന്നു, വിഷ്ണു ഈ സൈറ്റ് എടുക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾ വേറെ ആരെയും നോക്കാൻ പോകത്തില്ല, വിഷ്ണു തന്നെ ആയിരിക്കും. ഞങ്ങൾ ഒറ്റ ഒരാളെ വിളിക്കത്തുള്ളൂ, വിഷ്ണു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് കാശ് ചോദിക്കരുതെന്ന് ഞങ്ങൾ പറയും. അങ്ങനത്തെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ വിഷ്ണുവിൻ്റെ സൈഡിൽ നിന്നുണ്ടായാൽ പോലും ഞങ്ങളുടെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ എത്തിച്ചത്. പക്ഷേ ഫ്ലെക്സിബിലിറ്റിയും ഒരു ഈസിനെസ്സും ഞങ്ങൾക്ക് ഈ ഒരു ഇതിനകത്ത് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്തു. നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലായിരുന്നു പോലും ഒരു അതായത് സ്വന്തം സ്ഥാപനം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞു, വിഷ്ണു ഇത് ഞങ്ങളുടെ സ്ഥാപനമല്ല, വിഷ്ണുവിൻ്റെ സ്ഥാപനമാണ് എന്നുള്ള രീതിയിൽ തന്നെ വിഷ്ണു ചെയ്തു. അതിന് ഒരു ബിഗ് താങ്ക്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയും അവസരങ്ങൾ വരും ഇതിനകത്ത് തന്നെ ഞങ്ങൾക്ക് വിഷ്ണുവിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല വിഷ്ണുവിൻ്റെ ടീം കേട്ടോ, അത് അതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വിഷ്ണു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടീം നല്ല വിഷ്ണുവിൻ്റെ ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ് വിഷ്ണു എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അത് എങ്ങനെ കിട്ടുന്നതെന്ന് അറിയത്തില്ല, പക്ഷെങ്കിൽ എല്ലാം ഒരേ വേവിലെന്താ, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. വിഷ്ണു പിന്നെ വേറെ കാര്യം, എവിടെ ചെന്ന് കഴിഞ്ഞാലും വിഷ്ണു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 5 പേര് വരും. 5 പേര്. അർജുൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 3 പേര്, സുദർശൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 4 പേര്. എല്ലാം ഒരേ ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ടീം വർക്ക്. പിന്നെ എപ്പോഴും നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരു നല്ലൊരു ടീമില്ലെങ്കിൽ നല്ലൊരു കമ്പനിയില്ല. അപ്പോൾ ഇത് ഒരു ടീമിൽ നിന്നും ബിൽഡ് ചെയ്തേക്കുന്നതാണ്. പക്ഷെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ വിഷ്ണുവാണ്. ആ വിഷ്ണു എന്ന് പറയുന്ന ഒരു സ്ട്രോങ് പില്ലർ നടുക്കുണ്ടായതുകൊണ്ടാണ് അതിൻ്റെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരിങ്ങനെ കൂടെ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോർ അസ് വി ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ് ഇന്ന് വരെയുള്ള ഇത് വെച്ചുകൊണ്ട്. ഇനിയും ബാക്കി കാരണം വിഷ്ണു ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ വർക്കിൽ ആൾക്കാർ വരത്തില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനാഗ്രേഷൻ വീഡിയോ ചെയ്യും. അല്ല, ഇതുവരെയുള്ള വർക്ക്സ് എല്ലാം നമ്മൾ എക്സ്പെക്റ്റഡ് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ ഞാൻ പറയുകയാണ്, നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ കുമ്പഴയാണ്. അപ്പോൾ നമ്മുടെ മഹീന്ദ്ര ഷോറൂമിൻ്റെ അടുത്തും ഹോണ്ട ഷോറൂമിൻ്റെയും നടുക്കാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ വിത്തിൻ ഫ്യൂ ഡേയ്സ് നമ്മളിതിൻ്റെ ഇനാഗ്രേഷനും ബാക്കിയുള്ള കാര്യത്തിൻ്റെയും ഡീറ്റെയിൽ നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ പോസ്റ്റർ അടിച്ചെങ്കിലും നമ്മൾ എല്ലാവരിലും എത്തിക്കുന്നതായിരിക്കും. സോ കുമ്പഴയുള്ളവർക്കെല്ലാം നല്ല അടിപൊളി ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. എഗെയിൻ ഒന്നുകൂടെ പറയുകയാണ്, നമുക്കിവിടെ ഓട്ടോമാറ്റിക് കാർ വാഷ് ഉണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്, ഡീറ്റെയിലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ അറ്റ് എ ടൈം നമുക്ക് 2 വണ്ടി വാഷ് ചെയ്യാനും 2 വണ്ടി വാക്വം ചെയ്യാനും പറ്റും. നിലവിൽ ഈ ഒരു ഏരിയയിൽ ഇത്രയും വൈഡായിട്ടൊരു ഷോപ്പ് ഉണ്ടോയെന്ന് എൻ്റെ ഒരു അറിവ് വെച്ചില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു കാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലൊരു സർവീസ് സെക്ഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാക്കി ഞങ്ങളിത് മാറ്റാൻ നിങ്ങളും സഹായിക്കുക. അപ്പോൾ താങ്ക് യു. ബൈ. അടുത്ത വീഡിയോ കാണാം.